PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെ ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മദനി ചികിത്സയിലുള്ളത്. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന മദനിക്ക് ഡയാലിസിസ് ഉടൻ തുടങ്ങുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കരൾ രോഗത്തിന് ഏറെ നാളായി ചികിത്സയിലാണ് അബ്ദുൽ നാസർ മദനി. ജാമ്യ വ്യവസ്ഥകളിൽ സുപ്രീം കോടതി ഇളവ് അനുവദിച്ചതോടെ മദനി കേരളത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 20-നാണ് മദനി കേരളത്തിലെത്തിയത്. സുപ്രീം കോടതിയുടെ വിധി പകർപ്പ് വിചാരണ കോടതിയിൽ എത്തിയതോടെയാണ് യാത്രയ്ക്ക് അവസരമൊരുങ്ങിയത്. ബംഗളൂരു വിട്ട് പോകരുതെന്ന ജാമ്യവ്യവസ്ഥ എടുത്തുകളഞ്ഞാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലേക്ക് മടങ്ങാൻ സുപ്രീം കോടതി അനുമതി നൽകിയത്. ചികിത്സയ്ക്കായി വേണമെങ്കിൽ കൊല്ലത്തിന് പുറത്തേക്ക് പോലീസ് അനുമതിയോടെ പോകാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ നേരിടുന്ന മദനി 2014 മുതൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് മദനി നേരിടുന്നത്. തലയിലെ രക്തക്കുഴലുമായി ബന്ധപ്പെട്ട അസുഖത്തിന് വിദഗ്ധ ചികിത്സ തേടിയാണ് കേരള യാത്രയ്ക്ക് അനുമതി തേടിയിരുന്നത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി മദനി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴെല്ലാം പലവിധത്തിലുള്ള ആരോപണങ്ങളുമായി പ്രോസിക്യൂഷൻ തടസ്സവാദം ഉന്നയിക്കുമായിരുന്നു. കേസിൽ അന്തിമവാദം മാത്രം ബാക്കിയെന്നാണ് കർണാടക സുപ്രീം കോടതിയിൽ അറിയിച്ചത്. വിചാരണ പൂർത്തിയായെങ്കിൽ മദനിയെ കേരളത്തിലേക്ക് പോകാൻ അനുവദിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി അന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും കർണാടക നിലപാട് മാറ്റിയിരുന്നില്ല. നേരത്തെ കേരളത്തിലേക്ക് പോകണമെങ്കിൽ 60 ലക്ഷത്തോളം രൂപ കെട്ടിവെക്കണമെന്നാണ് കർണാടക പോലീസ് അറിയിച്ചിരുന്നത്. ഇതിനെതിരെ മദനി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. രോഗശയ്യയിലുള്ള പിതാവിനെ കാണണം, തന്നെ ചികിത്സ നടത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മദനി സുപ്രീം കോടതിയിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയത്. നേരത്തെ മകന്റെ വിവാഹവേളയിൽ നാട്ടിൽ പോകാൻ കോടതി അനുമതി നൽകിയപ്പോൾ വലിയ തുക കെട്ടിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതി ഇളവ് അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് അന്ന് നാട്ടിൽ പോയത്. എന്തായാലും പിന്നീട് കർണാടകയിൽ സർക്കാർ മാറി വന്നതോടെയാണ് മദനിയുടെ തലവര തന്നെ തെളിഞ്ഞതെന്ന് പറയാം. 2008 ജൂലൈ 25-ന് നടന്ന ബംഗളൂരു സ്ഫോടന പരമ്പര കേസിൽ പ്രതി ചേർക്കപ്പെട്ട മദനിയെ 2010 ഓഗസ്റ്റ് 17-നാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്.